ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ തീരുമാനത്തിലേക്ക് ഒടുവിൽ ഇസ്രായേൽ എത്തി. ഗസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാർ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചു. 15 മാസം നീണ്ട ആ യുദ്ധത്തിന് വിരാമമിടാനുള്ള വ്യവസ്ഥകളാണ് അംഗീകരിച്ചത്. ഇതിന് പൂർണ്ണ മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകും. കരാറിന് നാളെ മുതലാണ് പ്രാബല്യം. ബന്ദികളുടെ ആദ്യ സംഘത്തെ ഹമാസ് നാളെ മോചിപ്പിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. നാളെ മോചിപ്പിക്കുന്ന 95 ഫലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ കൈമാറി. കരാറിനുള്ള തടസ്സങ്ങൾ മാറിയെന്ന് ഹമാസും പ്രതികരിച്ചു. വെടിനിർത്തൽ ധാരണയായെന്ന് വ്യാഴാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന് ഇസ്രായേൽ നിലപാടെടുത്തത് സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. ഹമാസുമായി ഉടമ്പടി വെച്ചാൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന തീവ്ര നിലപാടുകാരായ ഘടകകക്ഷികൾ ഭീഷണി മുഴക്കിയത് നെതന്യാഹുവിനെ വെട്ടിലാക്കിയിരുന്നു. മറ്റന്നാൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപ് കരാർ അന്തിമമാക്കാൻ യുഎസിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു.